വെള്ളമില്ലാത്തതിനെ തുടർന്ന് മാങ്കുറ്റിപ്പാടം പാടശേഖരത്തിൽ കൃഷി ഉണക്കുഭീഷണിയിൽ. മറ്റത്തൂർ കൃഷിഭവൻ പരിധിയിലുള്ള 17 പാടശേഖരങ്ങളിൽ ഇറിഗേഷൻ കനാലിൽ നിന്നുള്ള വെള്ളത്തെ ആശ്രയിച്ച് കൃഷിയിറക്കുന്ന ഏക പാടശേഖരമാണ് മാങ്കുറ്റിപ്പാടം. ഈ പാടശേഖരത്തിന് തൊട്ടടുത്തുകൂടി വെള്ളിക്കുളം വലിയ തോട് ഒഴുകുന്നുണ്ടെങ്കിലും തോട്ടിലെ വെള്ളം പാടശേഖരത്തിലേക്ക് എത്തിക്കാൻ സംവിധാനമില്ല. മറ്റത്തൂർ ഇറിഗേഷൻ കനാലിൽ നിന്ന് കല്ലംകുഴി തോട് വഴി എത്തുന്ന വെള്ളമാണ് മാങ്കുറ്റിപ്പാടം പാടശേഖരത്തിലെ കൃഷിക്ക് ഉപയോഗിക്കുന്നത്. മറ്റത്തൂർ കനാൽ വഴി വെള്ളമെത്താതായിട്ട് 10 ദിവസത്തിലേറെയായതിനാൽ കല്ലംകുഴി തോട് വറ്റി വരണ്ടു കിടക്കുകയാണ്. ചാലക്കുടി ജലസേചന പദ്ധതിക്ക് കീഴിലെ വലതുകര മെയിൻ കനാൽ വഴി മറ്റത്തൂർ ബ്രാഞ്ച് കനാലിലേക്ക് എത്രയും വേഗം വെള്ളം എത്തിക്കണമെന്ന് പാടശേഖര സമിതി സെക്രട്ടറി ശിവരാമൻ പോതിയിൽ ആവശ്യപ്പെട്ടു. കൃത്യമായി വെള്ളം കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ ഈ നെൽകൃഷി ഉപേക്ഷിക്കേണ്ട അവസ്ഥയാണ്. ഇപ്പോൾ 20 ദിവസം കൂടുമ്പോൾ വന്നാൽ കാര്യമില്ല, 10-15 ദിവസത്തിനുള്ളിൽ വെള്ളം വരണം. ഇപ്പോൾ ഞങ്ങൾക്ക് പൊട്ടൽ വന്ന് കൊരിക്കൽ നിൽക്കുന്ന സമയമാണ്, ആ സമയത്താണ് വെള്ളം ഇല്ലാണ്ടിരിക്കുന്നത്. ഇപ്പോൾ 10 ദിവസമെങ്കിലും ആയി കഴിഞ്ഞു വെള്ളം പറ്റിയിട്ട്. കനാലിൽ വെള്ളം വന്നാൽ 10 ദിവസം വെള്ളം ഉണ്ടാവും, ബാക്കി 10 ദിവസം വെള്ളമില്ല. ഇപ്പോൾ കട്ട വീണ്ട് വരണ്ട് ആകെ നെല്ല് മോശമായി. നെൽച്ചെടികളിൽ കതിര് വന്ന സമയത്താണ് ജലക്ഷാമം രൂക്ഷമായത്. ദിവസങ്ങളോളം വെള്ളമില്ലാതിരുന്നത് കണ്ടങ്ങളിൽ വൻതോതിൽ കളകൾ മുളച്ചു പൊന്താനും കാരണമായിട്ടുണ്ട്. TCV ന്യൂസ്, കൊടകര.